ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴയിലാണ്. ആലപ്പുഴ വഴിശ്ശേരി മാർക്കറ്റാണ് ഈ കാണുന്നത്. നമ്മുടെ പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ധാരാളം കടകളും ധാരാളം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആലപ്പുഴ മാർക്കറ്റിൽ. ഇതിന് രണ്ട് സൈഡിലും ധാരാളം പച്ചക്കറി കടകൾ, അതുകൂടാതെ വാഴക്കൊല, പലചരക്ക് കട, അങ്ങനെ ധാരാളം കടകളുണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് സാധനങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നല്ല വിലക്കുറവും. ആലപ്പുഴയുടെ പല പല ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നുമാണ് സാധനങ്ങൾ കയറ്റി പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി രാവിലെ. ഈ സമയത്ത് ഇവിടെ കാണുന്ന ഒരു തിരക്ക് ഇപ്പോൾ കുറവാണ്. അല്പം കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇവിടെ പച്ചക്കറി കടകളാണ് ഈ കാണുന്നത്. ഇവിടെ ചെറുനാരങ്ങ ധാരാളം ഉണ്ട്. കണ്ടോ, ഇതൊക്കെ എല്ലാത്തിൻ്റെ ഹോൾസെയിൽ കടകളായി കാണുന്നതല്ല. ഇവിടെ എല്ലാം പലചരക്ക് കടയുണ്ട്. ഇത് ആലപ്പുഴയുടെ പഴയ ചരിത്രത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരുപാട് വികസനത്തിൽ പങ്കുകൊണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ വഴിശ്ശേരി മാർക്കറ്റ്. ഇത് കണ്ടോ, ഇതൊരു ഉന്തുവണ്ടിയാണ് ഈ കാണുന്ന സാധനം. ഇതൊക്കെ അപൂർവമായിട്ടേ ഇപ്പോൾ ഉള്ളൂ. എല്ലായിടത്തും നമ്മുടെ പെട്രോൾ വഴി ഓടിക്കുന്ന വാഹനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കൊലയെല്ലാം ഇറക്കൊണ്ടിരിക്കുകയാണ് വണ്ടി എന്ന്. ഇതൊരു കടയാണ് നമ്മുടെ, ഇതൊരു കൊലക്കടയാണ് ഈ കാണുന്നത്. ഹായ് ചേട്ടാ. ഇതിൽ അരിയുടെ ഹോൾസെയിൽ കടയാണ്. വഴിശ്ശേരി മാർക്കറ്റിന്റെ ഹായ്. നമുക്കിവിടെ പിന്നെ കണ്ടോ, നല്ല നാടൻ കപ്പയുണ്ട് ഇവിടെ. കണ്ടോ, കപ്പക്കട. കപ്പ എന്തോല ചേട്ടാ? ചേട്ടാ കപ്പ എന്തോല അവിടെ? ഇവിടെയാണോ? ഹായ്. ഈ ചേട്ടന്റെ കപ്പക്കട. കപ്പ എന്തോല ചേട്ടാ കിലോ? 30 രൂപ. ഓക്കെ, ശരി. പിന്നെ എടുത്തു പറയാണ്ട് ഇവിടെ വേറൊരു കടയുണ്ട്. അതായത് നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് പഴയ സാധനങ്ങൾ. അതായത് മുളംകുറ്റി, നമ്മുടെ പുട്ടുണ്ടാക്കുന്ന കുറ്റിയില്ലേ, മുളംകുറ്റി, ആ കുറ്റിയാണ് ഇവിടെ കാണുന്നത്. കണ്ടത്, ഇതിനകത്തൊരു പുട്ടിന്റെ ഒരു പാക്കേജാണ്. കണ്ടോ, ഈ കാണുന്നത് പുട്ട് കുത്തുന്ന സാധനം, ഈ കാണുന്നത് മുളംകുറ്റി. അതായത് നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന. കണ്ടോ, അതിന് ചില്ല് കണ്ടോ, അതിട്ട് കാണിച്ചേട്ടാ. ഇതേ ചില്ലിടുന്ന കണ്ടതേ. അതെ, ചില്ല് മുളംകുറ്റിക്കകത്തിട്ട് കണ്ടോ, അതിന് ചില്ലാണ്. കണ്ടോ, ഇതൊക്കെ ഇപ്പൊ എങ്ങും കാണത്തില്ല. നമ്മുടെ ആലപ്പുഴ വന്നാൽ ഈ ഒരു കട എന്ന് വെച്ചാൽ മാർക്കറ്റിലെ കടയാണിത്. ഇത് നമ്മുടെ BBR ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ കടയാണ്. ഓക്കെ. ഇങ്ങനത്തെ ഇവിടെ തന്നെ നമ്മുടെ ചിരട്ടത്തവി. ഈ തവിയൊന്നും ഇപ്പൊ കാണാനില്ല. ഇതൊക്കെ അന്യന്യ സാധനങ്ങളാണ്. ചിരട്ടത്തവി, പഴയ തവി, കൊട്ടകള്. ഇവിടെ ആലപ്പുഴ വള്ളംകളി നടക്കാൻ പോവുകയാണല്ലോ. അപ്പം വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് തുഴയുണ്ടായിരുന്നു. വള്ളം തുഴ അതൊക്കെ തീർന്നു പോയെന്നാ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ കടയിലെ കാഴ്ചകൾ. അതുകൂടെ നമുക്കിവിടെ ഒരു വലിയ സവോളക്കടയുണ്ട്. ഇതാണ് സവോളക്കട വരുന്നത്. ഇവിടെ ചെറിയ ഉള്ളികളുണ്ട്. കണ്ടോ, ഉള്ളി എല്ലാം ഹോൾസെയിൽ. ഉള്ളി എന്തോല? 72 രൂപയുടെ വലിയ ഉള്ളിയുണ്ട്, 62 രൂപയുടെ ഉള്ളിയുണ്ട്. അങ്ങനെ പല പല വിലയുടെ 72ന്റെ ഉള്ളുണ്ട്. പല ടൈപ്പ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണല്ലോ. കിഴങ്ങുകൾ, അതുകൂടാതെ സവോള ഹോൾസെയിൽ. വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചേക്കുന്നു. അച്ചാറിടുന്നവർക്ക് വന്ന് ഇവിടുന്ന് വന്ന് കൊണ്ടുപോയാൽ മതി. വെളുത്തുള്ളി തൊലി പൊളിക്കേണ്ട ആവശ്യമില്ല. 150. എത്രയുണ്ട്? 1 കിലോയോ? 1 കിലോ തൊലി പൊളിച്ച വെളുത്തുള്ളിക്ക് 150 രൂപയുള്ളൂ കേട്ടോ. ഇത് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. നമുക്കാർക്കും ഇപ്പോൾ ഒരുപാട് സമയം അടുക്കളയിൽ പണി ചെയ്യുന്ന ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ അങ്ങ് ചെയ്യാൻ പറ്റും ജോലികളൊക്കെ. പിന്നെ തൊലിയുള്ള വെളുത്തുള്ളിയുണ്ട്. ഇതെല്ലാം നല്ല പൂനെ സവോളയാണ്. നമ്മുടെ കടകൾക്കും അതുപോലെ കല്യാണ ഫംഗ്ഷനൊക്കെ വേണ്ട നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. ഈ കടയുടെ പേരെന്ന് പറഞ്ഞത് ESM ട്രേഡേഴ്സ് എന്നാണ്. ഈ കാണുന്നത് നമ്മുടെ ഒരു ഇക്കയാണ്. അതിന്റെ പേരെന്താ? കുഞ്ഞുമൻ. ഇക്ക ആലപ്പുഴയുടെ പല പല ഭാഗങ്ങളിലും ഈ ചെറിയ ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് ഈ പച്ചക്കറി വിൽക്കുന്നതാണ്. ഉണ്ടോ, പല പല ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് ഇത് വിൽക്കും. അത് നമുക്ക് വീടുകളിൽ മാത്രം ഇരുന്നാൽ മതി. നമ്മൾ പുറത്തേക്കോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതാണ് അതിന്റെ. അപ്പൊ ഞാനിപ്പോ മാർക്കറ്റിൽ വന്നപ്പോൾ ഒരു ESM ഇപ്പോൾ കട കാണിച്ചല്ലോ, സവോളക്കട. ആ കട ഇവര് പാർട്ട്ണർമാരാണ്. ഇത് ഇരിക്കുന്ന ഒരു പാർട്ട്ണറാണ്. പേരെന്താണ്? നിയാസ്. ഇവർ ചേട്ടനിയന്മാരാണ്. ഇവർ നല്ല രീതിയിൽ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്.
അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആലപ്പുഴയുള്ളവരൊക്കെ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് സവോളയോ എന്തെങ്കിലും മേടിക്കാൻ പറ്റും. ഇവിടെ ഒരു കൊലക്കടയുണ്ട്. ഇത് ഈ നിയാസിക്കാടൊക്കെ തന്നെ കൊലക്കടയാണത്. ഓക്കെ ഓക്കെ, ഒരു 40 വർഷമായിട്ട് ഇവരുടെ വാപ്പ ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ്. ആ ഒരു കട തന്നെയാണത്. പച്ച ഏത്തയ്ക്ക, ഏത്തപ്പഴം, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഉള്ളിലേക്ക് കയറുന്ന ഇവിടെ ഗോഡൌൺ ഉണ്ട്. തന്നെ പുളിയാ അവിടെ സാർ. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ കൊല പഴിപ്പിക്കാൻ വെക്കുന്ന ആ ഒരു പെട്രോൾ അല്ലേ? പെട്രോളാണ്. ഓക്കെ ഓക്കെ, നമ്മുടെ ആലപ്പുഴ ഈ മാർക്കറ്റിൽ ഒരു ചായക്കടയുണ്ട്. ഈ മാർക്കറ്റിനകത്തുള്ള ചായക്കടയാണത് ഈ കാണുന്ന ചായക്കട. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഇവിടെ ഒരേ ഒരു കടയുള്ളൂ ഇതിനകത്ത്. ആ കടയാണ് കേട്ടോ ഇത്. നമ്മുടെ മാർക്കറ്റിനകത്ത് കയറുമ്പോൾ ഒരു കടയാണ്. ഇതാണ് നമ്മുടെ ഐക്ക ഉണ്ടോ? ഇതാണ് നമ്മുടെ ഇക്ക, നമ്മുടെ ചായക്കടയുടെ ഓണറിക്ക. ഇവിടെ വന്നപ്പോൾ വേറൊരു കടയുണ്ട്, AM ട്രേഡേഴ്സ്. ഇതൊരു പലചരക്ക് ഹോൾസെയിൽ കടയാണ് ഉണ്ടോ? ഇതാണ് ഈ കടയുടെ കാഴ്ചകൾ. AM ട്രേഡേഴ്സ് ഇതെല്ലാം മാർക്കറ്റിനകത്ത് അമ്പനാകുളങ്ങളിലുണ്ട്. ഓക്കെ ഓക്കെ, അൽത്താഫ് എന്ന പയ്യന്റെ പേര്. ഓക്കെ, നല്ല ഡീലിംഗ് ആണ്. സാധനത്തിനൊക്കെ നല്ല ഇതാണ് നമ്മുടെ വഴിച്ചേരിലെ ഒരു പലചരക്ക് ഹോൾസെയിൽ കട. ഇതെല്ലാം മാർക്കറ്റിലേക്ക് കയറുമ്പോൾ ഉള്ള കടകൾ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഈ കടയുടെ ആ ഒരു മുതലാളി ചേട്ടൻ നിൽക്കുന്നു. ഹായ്, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, ഇത് കാണുന്ന നമ്മുടെ പച്ചക്കറിയുടെ ഒരു ഹോൾസെയിൽ കടയാട്ടോ. പച്ചക്കറി അതായത് നല്ല ഉണ്ട മുളക്. ഈ മുളക് പ്രത്യേകത എന്താണെന്നറിയാവോ? നല്ല എരിവുള്ള മുളകായത് കണ്ടോ? നീളത്തിലുള്ള മുളക് എരിവില്ല. അപ്പൊ ഈ മാർക്കറ്റിൽ വന്നാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടോ എല്ലാം നമുക്ക് കിട്ടും. ഇതുകൂടാതെ വെണ്ടയ്ക്ക, അച്ചിങ്ങ പയർ. ഇനിയിപ്പോൾ ഓണമാകുമ്പോൾ എല്ലാ സാധനവും വന്നുകൊണ്ടിരിക്കും. ഇതെന്റെ അമരപ്പയർ കണ്ടോ? എല്ലാ സാധനവും ഉണ്ട് ഇവിടെ നമ്മുടെ കടയിൽ. ഇവർ രണ്ടുപേരാണ് ഇതിന് നോക്കുന്നത്, ഇതിന്റെ ഓണർമാര്. ഓക്കെ, ഇപ്പോൾ ആലപ്പുഴ മാർക്കറ്റിലൊക്കെ വരുന്നവര് ഇങ്ങനെ ഞാൻ ഈ കാണിച്ച പല പല കടകൾ നല്ല വില കുറച്ച് നല്ല രീതിയിൽ കൊടുക്കുന്ന കടകളാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ വേറെ കടയുണ്ട്. അതും അവരുടെ കട തന്നെയാണ് കണ്ടോ? പിന്നീട് വേറൊരു കടയാണ് ഈ കണ്ടത്. കുക്കുംബർ കണ്ടേ, ധാരാളം കുക്കുംബർ ഉണ്ട് ഇവിടെ. കുക്കുംബർ ഇതെല്ലാം ചാക്കിനകത്ത് കുക്കുംബർ അടുക്കി വെച്ചേക്കുവാണ്. നാടൻ കടയാണ് ഇതെല്ലാം. അതുകൂടാതെ പാവയ്ക്ക മറ്റേ ചൊരക്ക, ഇളവൻ, വെള്ളരിക്ക, കാബേജ് ഉണ്ടോ? മധുരക്കിഴങ്ങ് അതിനകത്ത്. ഇത് ചാക്ക് പൊട്ടിച്ച് കാണിക്കാൻ പറ്റുന്ന ഞാൻ ചെറിയ കാണിച്ചില്ല. കണ്ടത് ഇതിനകത്ത് കണ്ടത് മധുരക്കിഴങ്ങാണ്. അതിരിക്കുന്നത് കാണാൻ പറ്റുന്ന അറിയത്തില്ല. അതാണ്ടത് മധുരക്കിഴങ്ങ് ചേട്ടൻ പൊട്ടിച്ച് കാണിച്ചത് കണ്ടോ? മധുരക്കിഴങ്ങ് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ട് ചേട്ടാ? ഇപ്പൊ ഇത് 32 രൂപയുള്ള 1 കിലോ മധുരക്കിഴങ്ങിന്. അപ്പൊ അങ്ങനത്തെ കടയാണത്. NR വെജിറ്റബിൾ. അപ്പൊ നമുക്ക് അടുത്ത കടയുടെ കാഴ്ചയിലേക്ക് പോയേക്കാം. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇവരെന്നെ വിടുന്ന ലക്ഷണമില്ല. ഇവർ ഓരോരോ കാര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, നല്ല കാര്യമാണത്. കണ്ടത് ഇത് കണ്ടതേ തെറ്റാലി കണ്ടോ? മറ്റേ ആക്കിനെ ഓടിക്കുന്ന സാധനം കണ്ടോ? ഇത് പഴയകാലത്തെ ചൂരലിന്റെ മറ്റേ കൊട്ടയുണ്ട്. പിന്നെ നമ്മുടെ ചൂലുണ്ട് ഇവിടെ. ചൂൽ പിന്നെ കണ്ടോ? പിന്നെ വേറെ കുറെ ചൂലുണ്ട്. സാധാ ചൂലുകൾ പഴയകാലത്ത് ഇരിക്കൽ ചൂല കണ്ടോ? ചൂലുകള്, കയറ്. ഇതൊന്നും നമ്മുടെ വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല. നമ്മൾ പുറത്ത് ഇപ്പൊ ആലപ്പുഴ മാർക്കറ്റിന്റെ ഇതിന്റെ ഒരു സ്പെഷ്യലാണ്. അതായത് പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും. അതൊക്കെ തന്നെ ഇപ്പോഴും തന്നെ അവരതെല്ലാം തുറന്നു പോകുന്നു. അതിനൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം, മാനുഫാക്ചറിംഗ് സ്ഥലത്ത് തന്നെ ഇപ്പോഴും അതൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടത് ഈ സാധനം കണ്ടു? ഇത് കണ്ടുണ്ട് ഈ സാധനം കണ്ടോ? ഇത് മീനെ കൊത്തുന്ന കമ്പിയാട്ടോ. നമ്മൾ ഈ ചെറിയ ചെറിയ ആളിലൊക്കെ തപ്പി ചെല്ലുമ്പോൾ കിട്ടുന്ന മീനെ കൊത്തുന്ന കമ്പി. പാമ്പുകൾ എല്ലാത്തിനും കുത്തിപ്പിടിക്കും. മുപ്പല്ലി അല്ലേ? ചെറിയ മുപ്പല്ലി. അതിനുള്ള ചൂരലുകൾ. അപ്പൊ അങ്ങനെയുള്ള ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ ആലപ്പുഴ മാർക്കറ്റിൽ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എല്ലാത്തിനും ഓരോ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ നാരങ്ങ വിൽക്കാൻ വേണ്ടി നോക്കിക്കേ, നാരങ്ങ വിൽക്കാൻ വേണ്ടി മാത്രം കുറെ കടകളുണ്ട് കണ്ടോ? ഇവിടെ എല്ലാം നാരങ്ങയുടെ ഹോൾസെയിൽ കടകളാണ്. അതെല്ലാം കണ്ടോ? നാരങ്ങ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൂടാതെ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഉണ്ട് കണ്ടത്, അവിടെ ഉണ്ട് നാരങ്ങ കട കണ്ടേ. ഇവിടെ നാരങ്ങ മാത്രമേ ഉള്ളൂ കണ്ടോ? ധാരാളം നാരങ്ങ, നല്ല പല പല വെറൈറ്റി നാരങ്ങകൾ കണ്ടോ? അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോന്നിനും സ്പെഷ്യലായിട്ടുള്ള കടകളുണ്ട് ഇവിടെ. ഇവിടുത്തെ മീൻ മാർക്കറ്റ് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് മീൻ മാർക്കറ്റ്.
ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണിത്. മീൻ മാർക്കറ്റിന് അപ്പുറത്താണ്. നമുക്കിനി ആ മീൻ മാർക്കറ്റിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ സപ്പോർട്ടാണ് ഉണ്ടായ ആൾക്കാരുടെ ഭാഗത്തുനിന്ന്. ഇതെല്ലാം ഹോൾസെയിൽ കടകൾ തന്നെയാണിത്. മലയാളിയെ സോഫ്റ്റാക്കിയ ടേസ്റ്റി പുട്ട്, രാജേന്ദ്ര സ്മോൾ ട്രേഡേഴ്സ്. കൊള്ളാം. ഇങ്ങനെ ധാരാളം കടകളുണ്ട് ഇവിടെ. ഇനി ആലപ്പുഴ മീൻ മാർക്കറ്റിലേക്ക് പോകാം. ഉണ്ടെന്നാ കായലി മീനുണ്ട്, കരിമീൻ, അങ്ങനെയുള്ള ഓരോരോ മീനുകളുണ്ട് ഇവിടെ. കണ്ടോ, കൊഞ്ച്, നല്ല പിടയ്ക്കുന്ന കൊഞ്ചാണ്. കക്കാർച്ചിയുണ്ട്, അങ്ങനെ ധാരാളം മീനുകളുണ്ട് ഇവിടെ. യൂട്യൂബ് ഉണക്കമീൻ്റെ ഒരു സ്റ്റാളാണ് കേട്ടോ ഇത്. ഉണക്കമീൻ ഇതെന്ത് മീനായിട്ടത്? എന്തോ സ്രാവ്. ഇതോ നെമ്മീൻകുട്ടി, ചെറിയ നെമ്മീൻ ഉണങ്ങി അല്ലേ. അങ്ങനെ ധാരാളം ഉണക്കമീനുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ആലപ്പുഴയിൽ വന്നാൽ നമ്മുടെ മീൻ മാർക്കറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ മീൻ മാർക്കറ്റ്. ധാരാളം വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. അതുകൂടാതെ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മീനുകളും എല്ലാം നമുക്കിവിടെ കിട്ടും. ഒരു വെറൈറ്റിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. ഈ ആലപ്പുഴ മാർക്കറ്റിലെ കുറച്ച് വലിയ വലിയ മീനുകൾ വിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇതന്നെ മീനാ? അത് വറ്റ ഉണ്ടോ? വലിയ വലിയ വറ്റയുണ്ട്, കേരയുണ്ട്, വേളൂരി, സിലോപ്പിയ. ഞാൻ പറഞ്ഞില്ലേ, വലിയ വലിയ മീനുകളുണ്ട്, ചെറിയ ചെറിയ മീനുകളുണ്ട്, കൊഴുവയുണ്ട്. കണ്ടോ, കൊഴുവ. ഇതിനകത്തെ കാഴ്ചകളിലേക്ക് പോകാം. കണ്ടൊരു അമ്മച്ചി ഇവിടെ നിന്ന് മീൻ വെട്ടുന്നുണ്ട്. അമ്മച്ചി അതെ, കരിമീൻ, മുരസല്ലേ, മുരസുണ്ട്, ആറ്റുവാള. ആറ്റുവാള വളരെ സോഫ്റ്റ് മീനാണ്, നല്ല രുചിയുള്ള മീനാണ് കേട്ടോ ഇത്, ആറ്റുവാള. അമ്മച്ചി മീൻ വെട്ടും അവിടെ വന്ന് കേട്ടോ. കരിമീൻ ചെത്തി വെച്ചേക്കുന്നു, ചെത്താതെ വെച്ചേക്കുന്നു, ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കും ഇവിടെ നമ്മുടെ ആലപ്പുഴ മാർക്കറ്റിൽ. അടുത്ത മീൻ ഇത് കേരയാണ്. കണ്ടോ കരിമീൻ. ഇവിടെ രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന കച്ചവടമാണ്. ഇപ്പോൾ സമയം ഏകദേശം ഇപ്പോൾ 9:30 മണിയായി, 9:30 കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ തിരക്ക് കുറവാണ്. ഇന്ന് പൊതുവെ മീൻ കുറവാണെന്നാണ് പറഞ്ഞത്. എന്നാലും മീനുണ്ട് ഇവിടെ. ലാസ്റ്റ് രാവിലെ ഇവിടുന്ന് കച്ചവടക്കാരും എല്ലാവരും കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള മീനൊക്കെ ഇവിടെ എടുത്തുകൊണ്ട് പോകും ആൾക്കാർ. ആലപ്പുഴ മീൻ മാർക്കറ്റിന്റെ കാഴ്ച ഇതാണ്. ഇവിടെ നമുക്ക് മീനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും ഇവിടുത്തെ സ്റ്റാഫേ. ഞാൻ എവിടെ വന്നാലും പള്ളിയുടെ വീഡിയോ എടുക്കുമല്ലോ. ഈ വഴിച്ചേരി മാർക്കറ്റിലും ഒരു കുരിശടിയുണ്ട്, സെന്റ് ആന്റണീസ് പ്രയർ ഫോർ ആസ്. ഉണ്ടോ, അന്തോണിസ് പുണ്യാളച്ചൻ്റെ ഒരു കുരിശടിയാണത്. ഇവിടെ ഒരു കുരിശടിയുണ്ട്. ഇവിടെ ഒരു കുരിശടി വെച്ചിട്ടുണ്ട് സൈഡിൽ. അന്തോണിസ് പുണ്യാളച്ചൻ്റെ അൾത്താരയാണ്. ചെറിയ കുരിശടി, കൊള്ളാം. ഞാനങ്ങനെ മീൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഈ മാർക്കറ്റിന് ചുറ്റിനും റോഡാണ്. ആ ചുറ്റിനുള്ള റോഡിലൂടെയാണ് ഞാൻ നടക്കുന്നത്. തെക്കേ ഭാഗത്തൂടെ കയറി ഇപ്പോൾ മാർക്കറ്റുമായിട്ട് നേരെ വടക്കോട്ട് പോവുകയാണ്. ഇവിടെ വന്നാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാ കടകളും ഒക്കെ വരുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു ഉണ്ണിമിശിഹായുടെ ഒരു ചാപ്പലുണ്ടോ, സെന്റ് ആന്റണീസ് ചാപ്പൽ, വഴിച്ചേരി, ആലപ്പുഴ. ഇതും അന്തോണിസ് പുണ്യാളച്ചൻ്റെ നാമത്തിലുള്ള ഒരു ചാപ്പലാണ്. പക്ഷേ ഇത് ഉണ്ണിമിശിഹയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ആ ചാപ്പലിൻ്റെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പോയ റോഡ് നേരെ ചെന്നാൽ ആ മെയിൻ റോഡ് ചെന്ന് കയറും. ഇതിന് സൈഡിലേക്ക് ധാരാളം വീടുകളുണ്ട്. ഈ വഴിയെ വരുമ്പോൾ ഇതിൻ്റെ 2 സൈഡിലും നടുക്ക് വഴി അപ്പുറം ഇപ്പുറം ധാരാളം വീടുകളുണ്ട്. ഈ വഴിയെ വരുമ്പോഴാണ് ആ ഉണ്ണിമിശിഹായുടെ ചാപ്പലുള്ളത്. നേരത്തെ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് കണ്ടത് നമ്മൾ അന്തോണിസ് പുണ്യാളച്ചൻ്റെ ഒരു കുരിശടിയാണ്. ഞാൻ പറഞ്ഞ ഉണ്ണിമിശിഹായുടെ ചാപ്പലായിട്ടുണ്ട്. ഫ്രണ്ടിൽ വലിയൊരു കൊടിമരമുണ്ട്. ഇതാണ് ഇതിൻ്റെ മുൻവശം. കണ്ടോ, നല്ല രസമുണ്ടല്ലേ. കൊള്ളാം, നല്ലൊരു കുരിശടിയാണത്.
കഴിഞ്ഞാൽ 4 ജപമാല, 5 ദിവ്യബലി, തുടർന്ന് കുർബാനയുടെ ആരാധന. ഇതിൻ്റെ സൈഡ് ഭാഗമാണിത്. ഇവിടെ നിന്നും അങ്ങോട്ട് പോയെന്നാൽ ഇതിൻ്റെ മുൻഭാഗത്ത് വരാൻ പറ്റും. ഇതിൻ്റെ ഉൾവശം. ഇതാണ് പള്ളിയുടെ ഉൾവശം. ഇതാണ് അൾത്താര. മാതാവിൻ്റെ രൂപമുണ്ട് ഇവിടെ. കർത്താവിൻ്റെ രൂപം ഇരിപ്പുണ്ട്. ഇവിടെ എല്ലാ വ്യാഴാഴ്ചയുമാണ് ഉണ്ണീശോയുടെ നൊവേന നടക്കുന്നത്. ഈ പള്ളിയിൽ ധാരാളം ആൾക്കാർ ഈ നൊവേനയിൽ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് അത്ഭുതം നടക്കുന്ന ഒരു ദേവാലയമാണിത്. ഒരു ചെറിയ ചാപ്പലാണിത്. മൗണ്ട് കാർമൽ കത്തീഡ്രലിന് കീഴിലുള്ള ഒരു പള്ളിയാണിത്. ഇതൊക്കെയാണ് ഈ പള്ളിയുടെയും കാഴ്ചകൾ. ഞാനങ്ങനെ ആ ഉണ്ണിമിശിഹായുടെ പള്ളിയുടെ കാഴ്ചകൾ കണ്ടു. ഇനി ഞാനിവിടുന്ന് നമുക്ക് ആലപ്പുഴ ഒരു പാലമുണ്ട്. ഒരു പാലമല്ല കേട്ടോ, ആലപ്പുഴ എന്ന് വെച്ചാൽ പാലങ്ങളുടെ കലവറയാണ്. ആ പാലത്തിന്റെ കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഏകദേശം ഈ മാർക്കറ്റിൽ നിന്ന് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അതായത് ഒരു 300 മീറ്റർ ദൂരം. ആ ദൂരത്തിൽ ഈ മാർക്കറ്റിന്റെ അകത്തുകൂടി ഞാനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും ധാരാളം കടകൾ. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം തിരക്കുള്ള ഒരു സ്ഥലമാണത്. ഇതിനകത്തുകൂടി ഞാനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയെന്നാൽ കണ്ടോ, ഞാൻ നേരത്തെ കണ്ടൊരു ലോറിയാണത്. ലോറി, തമിഴ്നാട്ടിൽ നിന്ന് ലോറി, അരി ഇറക്കുന്ന ലോറി. നേരത്തെ അത് മൂടിയിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മൂടിയൊക്കെ അഴിച്ച് മാറ്റി. ആൾക്കാർ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും ധാരാളം കടകൾ. ഞാൻ ഈ അടുത്ത ദിവസം തന്നെ ഇവിടുത്തെ പാലങ്ങൾ ഏകദേശം പറയാനാണെങ്കിൽ ധാരാളം പാലങ്ങളുണ്ട്. ആ പാലത്തിൻ്റെ കാഴ്ചകൾ ഞാൻ എടുത്തുകൊള്ളാം. ഇപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ കാഴ്ചയാണ് ഞാൻ എടുക്കുന്നത്. കൊത്തുവാൾ ചാവടി പാലം. പാലത്തിനൊക്കെ ഓരോ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഞാൻ പാലത്തിൻ്റെ മാത്രം ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ ചരിത്രങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തുകൊള്ളാം. ആലപ്പുഴ മാർക്കറ്റിൻ്റെ തിരക്കുകൾ എങ്ങനെയാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. കാര്യം ഞായറാഴ്ച അവധിയായതുകൊണ്ട് തിങ്കളാഴ്ച സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരുടെ ഇതെല്ലാം ഹോൾസെയിൽ കടകളാണ് കാണുന്നതൊക്കെ. ഹോൾസെയിലിൻ്റെ പലചരക്ക് പച്ചക്കറി കടകളൊക്കെയാണ്. ഇങ്ങനെ നടന്നു പോയി കണ്ടോ. അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ആലപ്പുഴയിലുള്ള കൊത്തുവാൾ ചാവടി പാലത്തിലെത്തിയിരിക്കുകയാണ്. ഇത് വലിയ പാലമൊന്നും അല്ല കേട്ടോ, ഒരു നടപ്പാലമാണ് കേട്ടോ. ഈ കാണുന്നതാണ് ആ പാലം. ആണത് എഴുതി വെച്ചേക്കുന്നത് കൊത്തുവാൾ ചാവടി പാലം. ഇതാണ് ആ പാലം, കൊത്തുവാൾ ചാവടി പാലം. ചെറിയ പാലമാണ്. ആലപ്പുഴ തന്നെ ഒരുപാട് പാലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ആ പാലങ്ങളുടെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ തന്നെയാണ് ആലപ്പുഴയിലെ ഒരു വലിയ ദേവാലയമുണ്ട്. അത് ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ആ ദേവാലയം. ആലപ്പുഴ മാർക്കറ്റിനോട് ചേർന്നിരിക്കുന്ന ദേവാലയം തന്നെയാണ്. സെൻറ്റ് ജോർജ് ചർച്ച്. അതായത് ആലപ്പുഴക്കാർ പറയുന്നത് ചക്കരക്കട പള്ളി എന്നാണ് പറയുന്നത്. സെൻറ്റ് ജോർജ് കത്തോലിക്ക പള്ളി. ഈ കാണുന്നതാണ് ആ ദേവാലയം. ഇതെല്ലാം പുതുക്കി പണിതാണ്. നല്ല ഭംഗിയായിട്ട് പണിതിട്ടുണ്ട്. ആലപ്പുഴയിൽ കാണുവാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ കണ്ടാലും തീരാത്ത സ്ഥലങ്ങൾ ആലപ്പുഴ ഉള്ളത്. സെൻറ്റ് ജോർജ് ചർച്ച് അഥവാ ചക്കരക്കട പള്ളി എന്ന് പറയുന്ന അറിയപ്പെടുന്ന പള്ളി. ഇതാണ്ടാ ഇവിടെ ഒരു ചിപ്സ് കടയുണ്ട് മാർക്കറ്റിനകത്ത് തന്നെ. ചിപ്സ് കട വരാൻ കാണിച്ചില്ല ഞാൻ. കണ്ടോ ചിപ്സ് ഒക്കെ അടുക്കി വെച്ചത് കണ്ടോ. എല്ലാം ബനാന ചിപ്സ് കണ്ടോ. വലിയ കടയാണ്. ഞാൻ ഈ കടയകത്ത് കയറുവാണ്. കടയ്ക്കകത്ത് ധാരാളം സാധനങ്ങളുണ്ട് ഇവിടെ കണ്ടോ. പഴയ ഇതുണ്ടോ നമ്മുടെ ഈ സാധനം എന്നറിയാമോ, നമ്മുടെ മധുരസേവ, പഴയ മധുരസേവയാണത്. അതിൻ്റെ കോൺഫ്ലെക്സ് മിക്സറുണ്ട്, കപ്പലണ്ടി, ചിപ്സ്, പല ടൈപ്പ് ചിപ്സാണ് കേട്ടോ. ഇതൊക്കെ ചേട്ടാ ഇതൊക്കെ മസാല ഇട്ടതാണ് ഇതെല്ലാം ചിപ്സൊക്കെ. സ്വീറ്റ് ആൻഡ് സ്പൈസി. ഏതാ സ്വീറ്റ് ആൻഡ് സ്പൈസി. ആ ഇത് ഗ്രീൻ ചില്ലി. ആ ഇത് ടൊമാറ്റോ. ഓ അങ്ങനെ പല പല ഫ്ലേവറിലുള്ള ചിപ്സുകളായിരിക്കുന്നത് ഇവിടെ എല്ലാം. പെപ്പർ, സ്പൈസി, സ്പൈസി, സ്വീറ്റ്. സ്വീറ്റ്. ആ ഇത്
ഇത് മറ്റേ പഴം വറുത്തത് ഈ കാണുന്നത്. ഇത് ശർക്കര വരട്ടി. പക്കാവട, കപ്പ, മസാല, ഓക്കെ, കപ്പ ചില്ലി, കപ്പ റോസ്റ്റ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഓണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ഭാഗങ്ങളിൽ ഒക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ ഇവർ സാധനം നമുക്ക് മേടിക്കാൻ പറ്റും ഇവിടെ. ഇവിടെ അലുവ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ കുഴലപ്പം ഉണ്ട്. കുഴലപ്പം ഉണ്ടോ, ചക്ക വറുത്തത്, പക്കാവട, പല സൈസ് മിക്സറുകളായിരിക്കും കണ്ടത്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനത്തെ കട കാണിക്കുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ എല്ലാം. ആലപ്പുഴ വഴിച്ചേരി മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ്. അതാണ്ട് വേറെ സാധനമുണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ടതേ. ഇതെല്ലാം ചമ്മന്തിപ്പൊടികളാ. ഇതേട്ടാ തേങ്ങാ ചമ്മന്തി, ചെമ്മീൻ ചമ്മന്തി, പിന്നെ മീൻ ചമ്മന്തി, പല പല വെറൈറ്റിയാണ്. കോഴിയട കണ്ടോ. ഇതൊക്കെ പല വെറൈറ്റി സാധനങ്ങളാണ് ഉള്ളത്. ഇവിടെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം, നമ്മുടെ ജാതിക്കുരു, ജാതിയുടെ പൂവ്, ഗ്രാമ്പു, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഈ കട വരുന്നത് വഴിച്ചേരി മാർക്കറ്റിൽ തന്നെയാണ്. നമ്മുടെ വഴിച്ചേരി ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലാണ് ഈ കട വരുന്നത്. ഓക്കെ. പേരിന കേട്ടോ, കളരിക്കൽ ചിപ്സ് അതിന്റെ പേര് കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ ബോർഡ് ഒന്നുകൂടി കാണിച്ചു തരാം. കളരിക്കൽ ചിപ്സ്, ഹോട്ട് ചിപ്സ് സ്പൈസസ് കണ്ടോ. കളരിക്കൽ ചിപ്സ് കണ്ടോ, ചിപ്സ് ആൻഡ് സ്പൈസസ്. ഓക്കെ. എന്നാണെന്നറിയാവോ, ഈ കട പ്രത്യേകതയാണ്. നമ്മുടെ ഈ ചിപ്സ് കട്ടറുണ്ട് ഇവിടെ കണ്ടോ. ചിപ്സ് കട്ടറിനകത്തേക്ക് ബനാന ഇട്ട് കൊടുക്കുന്നു കണ്ടോ. അത് എണ്ണയിലേക്ക് വീഴും, തിളച്ചെണ്ണയിലേക്ക് വേണ്ടോ. കണ്ടോ. നമ്മൾ മുമ്പ് ഉരച്ചിടുക ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഇത് ഈ കട്ടറുള്ളതുകൊണ്ട് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ചിപ്സ് വറക്കുകയാണ് ഉണ്ടോ. പേരെന്നാ? സുമൻ. ഓക്കെ. വെസ്റ്റ് ബംഗാളാണ് വീടല്ലേ. ഇതിനപ്പുറത്ത് വേറൊരു പഴക്കടയുണ്ട്, നമ്മുടെ ചേട്ടന്മാരെ പഴക്കടയാണത് ഉണ്ടോ. ഇവിടെ വരുന്ന കൊലയാണ് അപ്പുറത്ത് വറക്കുന്നത്. പിടിച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ, നമ്മുടെ ഇക്കയുടെ പേരണ അക്കീമിക്ക എനിക്ക് വീഡിയോ എടുത്തപ്പോൾ ഒരു സന്തോഷമായിട്ട് കുറച്ച് ചിപ്സ് തന്നെ ഇവിടുത്തെ. ഇതുണ്ടോ ഉണ്ടോ, ഇതാണ് ഇക്കാണ് ചിപ്സ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ചിപ്സാണ് കേട്ടോ, അടിപൊളി ചിപ്സ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ ആലപ്പുഴ വഴിച്ചേരി മാർക്കറ്റിൻ്റെ കാഴ്ചകൾ എല്ലാവരും കണ്ടല്ലോ. ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.